ഹലോ, ഞാൻ നിങ്ങളെ സ്വന്തം മലബാറി വ്ളോഗർ. അപ്പോൾ അതാ വിഷുവൊക്കെ ഇങ്ങോട്ട് എത്താറായി. എല്ലാവരും അതിനു വേണ്ടിയിട്ടുള്ള തിരക്കിലൊക്കെ ആവുമെന്നറിയാം. ഞങ്ങളും അങ്ങനെ തന്നെയാണ് കേട്ടോ. പർച്ചേസും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ദിവസമായിട്ട് തിരക്ക് തന്നെയാണ്. പാറുമോളും അബിക്കൂട്ടനും ഒക്കെ മലയ്ക്ക് പോയി വന്നിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ നല്ല ഭംഗിയായിട്ട് കഴിഞ്ഞ് അവരിങ്ങോട്ട് എത്തി. ഇനിയിപ്പം വിഷുവിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. അങ്ങനെ ഇന്നലെ രാത്രി പാറുമോൾക്ക് ഭയങ്കര വിശപ്പ്. മലയ്ക്ക് പോയി വന്നതിന് ശേഷം ഭയങ്കര വിശപ്പാണ് കേട്ടോ. കുറച്ച് ദിവസം ചിക്കനും മീനും ഒന്നും കഴിക്കാതിരുന്നല്ലേ. പാറുമോളെന്ന് പറയുകയാണെങ്കിൽ മീനിൻ്റെ ആളാണ് കേട്ടോ. അങ്ങനെ നോലിമ്പൊക്കെ നല്ല രീതിയിലൊക്കെ എടുത്തെങ്കിലും പോയി വന്നപ്പോൾ ആൾക്ക് ഇതൊക്കെ ഭയങ്കര കഴിക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ രാത്രി ആയപ്പം പറഞ്ഞു എന്നാൽ പുറത്ത് പോയിട്ടൊന്ന് ഫുഡൊക്കെ കഴിച്ച് വരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങിയതാണ് കേട്ടോ പുറത്തേക്ക്. കാലിക്കറ്റ് കഫറ്റീരിയയിലാണ് ഞങ്ങൾ മന്തി കഴിക്കാമെന്ന് പറഞ്ഞ് വന്നതാണേ. അങ്ങനെ പാറുമോട് നോക്കിയിരിക്കുന്നുണ്ട്. കുറേ നേരം വെയിറ്റ് ചെയ്തപ്പോഴും സാധനം എത്തിയിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ അവിടെ നല്ല തിരക്കായിരുന്നു. അപ്പോൾ അവർ ഓർഡർ ചെയ്യുമ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് നേരം പിടിക്കും കേട്ടോ എന്ന്. എന്തായാലും വേണ്ടില്ല, അവിടുത്തെ ഫുഡ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ വേറെ എവിടെയെങ്കിലും തിരഞ്ഞു പോകണ്ടല്ലോ എന്ന് കരുതി അവിടെ തന്നെ അങ്ങനെ ഇരിക്കുകയെന്ന് കരുതി കുറച്ച് നേരം ഈ പുറത്തേക്കൊക്കെ നോക്കിയിരിക്കാൻ നല്ല വൈബാണേ. മുകളിലിരുന്ന് താഴേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ അങ്ങനെ രണ്ടാളും കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്നപ്പോൾ ഓരോന്നായിട്ട് വരാൻ തുടങ്ങി കേട്ടോ. പ്ലേറ്റിൽ ഇതാ ഇത്രയും ഐറ്റംസ്, ഇതിൽ ചിലതിൻ്റെ ഒന്നും പേര് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. അപ്പോൾ അത് ഇത്രയും ഐറ്റംസൊക്കെ വന്നിട്ടുണ്ട്. മയണൈസ് ഉണ്ട്, സാലഡ് ഉണ്ട്, പിന്നെ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. എല്ലാം വന്നു. മന്തി വന്നിട്ടുണ്ട്, അൽഫാമുണ്ട്. പിരി അൽഫാമാണ് കേട്ടോ പറഞ്ഞത്. പാറുമോൾ എരിവൊക്കെ നന്നായിട്ട് കഴിച്ചോളും. അപ്പോൾ പിന്നെ പിരി തന്നെ പറഞ്ഞു. അങ്ങനെ മന്തിയൊക്കെ വന്നു. മിക്കവാറും ദിവസങ്ങളിൽ മക്കൾക്ക് ഇഷ്ടമുള്ള എല്ലാ ഫുഡും ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അതിപ്പം ബിരിയാണി ആയാലും മന്തി ആയാലും ചിക്കൻ്റെ എന്തെങ്കിലും ഐറ്റംസ് ആയാലും ഒക്കെ വീട്ടിൽ ഫ്ലോപ്പ് ആയാലും ശരി ഉണ്ടാക്കി നോക്കുക എന്നുള്ളത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ. എന്തൊക്കെ ഉണ്ടാക്കിയാലും ഇടയ്ക്കൊക്കെ ഒന്ന് പുറത്ത് പോയി കഴിക്കുക എന്നുള്ളതും ഭയങ്കര സന്തോഷമാണ്. പുറത്ത് ആൾക്കാരെയൊക്കെ ഒന്ന് കാണാനും അവിടെ എന്തൊക്കെയാണ് നടക്കണമെന്നൊക്കെ ഒന്ന് അറിയാനും അതേപോലെ തന്നെ നല്ല നല്ല ഫുഡൊക്കെ പുറത്ത് പോയി കഴിക്കുക എന്നുള്ളത് ഒരുപാട് സന്തോഷമുള്ള കാര്യമല്ലേ. നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ് അതൊന്ന് പറയണം കേട്ടോ. ഞാനങ്ങനെയൊക്കെയാണ്. വീട്ടിൽ നിന്ന് ഞാൻ എൻ്റെ ഐറ്റംസൊക്കെ ഉണ്ടാക്കിയാലും ശരി പുറത്ത് പോയൊന്ന് കഴിച്ച് വരിക എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അത് ഞാനും മക്കളും ഒക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ. ബീച്ചിൽ പോവുക, പാർക്കിൽ പോവുക, അതേപോലെ പുറത്ത് പോയി ഒന്ന് ഫുഡ് കഴിച്ച് വരിക. അപ്പം നമ്മളെ ഞാനൊരു മലബാറി എന്ന കുഞ്ഞു ചാനലിൽ മെമ്പേഴ്സ് കൂടി വരുന്നുണ്ട്. എല്ലാവരോടും ഒരുപാട് നന്ദിയും സന്തോഷവും ഒക്കെ പറഞ്ഞുകൊണ്ട് പോയിട്ട് പിന്നെ വരാം കേട്ടോ.